ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഞങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടുവെക്കുക. വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ രാവിലെ നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കിച്ചണിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് പുട്ടാണ്. പിന്നെ ഒരു സ്പെഷ്യൽ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കറിയൊന്നും ഉണ്ടാക്കാതെ കഴിച്ചിലാവാൻ ഉള്ള അങ്ങനത്തെ ഒരു പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ പുട്ടുപൊടി ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പാക്കറ്റ് പൊടിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ആവശ്യത്തിന് ഞാനൊരു പാത്രത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ബാക്കിയുള്ളത് ഞാൻ ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഇതിൽ തന്നെ വെക്കുകയാണ് കേട്ടോ. എന്നാൽ ഇതിൽ പ്രാണികളൊന്നും കടക്കൂല ഞാൻ ഈ ഒരു മടക്കുന്ന രീതിയിൽ മടക്കി വെച്ചാൽ. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് കാണിച്ചതാട്ടോ ഞാൻ അങ്ങനെ ചെയ്തപ്പം. പിന്നെ എൻ്റെ അടുത്ത് ക്ലിപ്പൊക്കെ ഉണ്ട് ഇത് ഇട്ട് കൊടുക്കണമെങ്കിൽ. അപ്പോൾ ഇപ്പോൾ ക്ലിപ്പൊന്നും എടുക്കാൻ പോകാൻ മടിച്ചിട്ട് അങ്ങനെ മടക്കിയിട്ട് ഒരു ബോട്ടിലാക്കിയിട്ട് അങ്ങനെ അടച്ചു വെക്കും ബാക്കിയുള്ളതൊക്കെ. അത് പിന്നെ ഈ പുട്ടുപൊടിയല്ല എന്താണെങ്കിലും പിന്നെ ബാക്കിയുള്ളത് അതേപോലെ തന്നെ ആട്ടോ വെക്കൽ. അങ്ങനെ അത് പിന്നെ ഒക്കെ എടുത്ത് വെച്ചു. പിന്നെ നമ്മൾ പുട്ടുക്ക് വെള്ളം ഒഴിച്ച് വെക്കണമല്ലോ. ഈ പാക്കറ്റ് പുട്ടുപൊടി ആകുമ്പം നല്ലോണം വെള്ളം വേണം അത് നനഞ്ഞ് കിട്ടണമെങ്കിൽ. നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കുന്ന പുട്ടുപൊടിക്ക് അത്രയ്ക്ക് വെള്ളം വേണ്ട. അപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിങ്ങനെ നികന്ന് നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് അത് കുതിർന്നുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടിക്കോളും. പിന്നെ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്നാവും. അപ്പോൾ ചൂടുവെള്ളമൊന്നും എടുത്തിട്ടില്ല കേട്ടോ, പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. ഇനി നമുക്ക് അതിക്ക് വേണ്ട തേങ്ങയൊക്കെ ഒന്ന് ചിരകിയെടുക്കാം. അപ്പോൾ ആ തേങ്ങയൊക്കെ ഞാൻ ഇവിടെ ചിരകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് പാൽപ്പൊടിയും ചേർത്ത് കൊടുക്കണം. അതേപോലെ തന്നെ പഞ്ചസാരയും ചേർത്തിട്ട് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ തേങ്ങ ചിരകിയ പാത്രം പിന്നെ വട്ടല്ലാത്ത പാത്രമല്ലേ, അപ്പോൾ അതിൽ മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കേട്ടോ ബൗളിലേക്ക് ഇട്ട് കൊടുത്തത്. ഒരു 2-3-4 സ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നമ്മളെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പുട്ടിന്. പക്ഷേ അതുകൂടെ ചേർത്താൽ ചിലപ്പോൾ മക്കൾക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടില്ല കേട്ടോ. അവർക്ക് ഇഷ്ടമല്ലാത്ത നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ തന്നെ കഴിക്കേണ്ടി വരും, ഒരു കഴിക്കൂല. അപ്പോൾ ഞാനത് ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കട്ടോ പിന്നെ ക്യാരറ്റ്. അപ്പോൾ ഇതാ നമ്മളെ പുട്ടുപൊടിയൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചിരുന്നല്ലോ. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റായി വന്നിക്കണം കേട്ടോ. അപ്പം വെള്ളമൊക്കെ പാകമായിട്ടുണ്ട്. ഇനി വേഗം പുട്ട് ചുട്ടെടുക്കുക. അപ്പോൾ ഞാൻ ചിരട്ടപ്പുട്ടാക്കിയിട്ടാണ് ചുട്ടെടുക്കുന്നത്. പിന്നെ നമ്മൾ പുട്ടിന് പൊടി നനച്ചത് പച്ചവെള്ളം കൊണ്ടല്ലേ, അപ്പോൾ പാല് ചേർത്തിട്ട് നനച്ചെടുക്കുകയാണെങ്കിൽ പാൽപ്പുട്ടാവും കേട്ടോ, നല്ല ടേസ്റ്റിയുള്ള പുട്ടാവും. അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കണമെന്നാണ് വിചാരിച്ചിരുന്നു, പക്ഷേ പാലില്ലേനി നമുക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചാണ്ട് അങ്ങനെ നനച്ചെടുത്തു. ഇങ്ങനെ ഉണ്ടാക്കിയാലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മളിപ്പോൾ പാൽപ്പൊടിയും തേങ്ങയും പഞ്ചസാരയൊക്കെ ചേർത്തിട്ടില്ലേ ഇതിക്ക്, അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പുട്ടിന്. കറിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ അവിടെ ഒരു പഴയ കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ടേന്. അപ്പോൾ വെള്ളമൊക്കെ ഇപ്പോൾ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മേലേക്ക് നമ്മൾ പുട്ടുകുറ്റി വെച്ച് കൊടുക്കുക. ഇതിൽ പുട്ട് ചുടുമ്പോൾ പെട്ടെന്നാവും കേട്ടോ. നമ്മളിത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇതിന് ആവി വരും, പെട്ടെന്ന് വെന്ത് കിട്ടും. അങ്ങനെ തന്നെ നമ്മളെ ഫസ്റ്റത്തെ പുട്ടിന് ആവി വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിങ്ങനെ കുക്കറിൽ വെള്ളം വെച്ചിട്ട് പുട്ടുണ്ടാക്കുമ്പോൾ ആ കുക്കറത്തെ വെള്ളം ഇങ്ങനെ തിളച്ച് അതിൻ്റെ ഉള്ളിൽ കറുത്ത കളറാവും. അപ്പോൾ അതുകൊണ്ടാട്ടോ പഴയ കുക്കർ വെച്ച് കൊടുത്തിക്കണ ഞാൻ. ഇനിയിപ്പോൾ അങ്ങനെ കറുത്ത കളറാവാതെ വെക്കാൻ എന്തെങ്കിലും മാർഗ്ഗങ്ങൾക്ക് അറിയെങ്കിലും ഒന്ന് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പുട്ടുചുടലൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാനൊക്കെ മടിയുള്ള ദിവസം ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ദിവസങ്ങളിൽ ഇങ്ങനത്തെ പുട്ടൊക്കെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മളെ ഐഫക്കുട്ടി പുട്ട് കഴിക്കൽ ഇങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ഒരു ബൗൾക്ക് ഒരു ചെറിയ കഷ്ണം പുട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് അതിങ്ങനെ ഉടച്ച് കൊടുത്തിട്ട് അതിക്ക് ചായ ഒഴിച്ച് പഞ്ചസാര ഇട്ടാണ്ട് അങ്ങനെ കേട്ടോ ഓള് കഴിക്കൽ. അപ്പോൾ കറി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഓള് ഇതേപോലെ തന്നെയാണ് പിന്നെ കഴിക്കുക. അപ്പോൾ ഇനി മദ്രസക്ക് പോകാനായിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഓൾക്ക് ചായയൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനും ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. മക്കൾക്കൊന്നും ചായ കുടിക്കാനായിട്ടില്ല. അപ്പോൾ അവർക്ക് ആവുമ്പോൾ വന്ന് കുടിച്ചോളും. അപ്പോൾ ഞാനും ഐഫക്കുട്ടിയും ചായ കുടിക്കാം കേട്ടോ. നമ്മൾ ഐഫക്കുട്ടി രാത്രി കിടക്കുമ്പോൾ എന്നും ചോദിക്കട്ടോ നാളെ എന്താ വെച്ചാൽ ചായക്ക് കടിയെന്ന്. പുട്ടാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതപ്പോൾ പുട്ടും ചായയൊക്കെ കുടിച്ച് ഓള് പിന്നെ മദ്രസക്കൊക്കെ പോയി. പിന്നെ ഞാനിതാ മുറ്റൊക്കെ അടിച്ചു വരാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു വാഴ അപ്പുറത്തെ തൊടിയിൽ നിന്ന് നമ്മളെ വറക് പേരൻ്റെ മേലേക്ക്, വറക് പേരാന്നൊന്നും പറയാൻ പറ്റില്ല, വറക് അട്ടി വെച്ചിൻ്റെ മേലേക്ക്
വീണിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഓലക്കൊടിയൊക്കെ വെട്ടി ഇതിൻ്റെ മേലെ വെച്ചിനി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ആകെ വൃത്തികേടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ വൃത്തിയാക്കി എടുക്കണം. പിന്നെ അതേപോലെ തന്നെ ഷീറ്റൊക്കെ ഇട്ടതൊക്കെ, ഷീറ്റ് നല്ല ഷീറ്റൊന്നും അല്ലേ ഇനി, എന്നാലും ഉള്ള ഷീറ്റ് അങ്ങനെ ഇട്ട് കൊടുത്തതേനി. അപ്പോൾ അതൊക്കെ ആകെ പാറി ചാടിക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അപ്പോൾ ആദ്യം ഈ ഒരു വാഴ വെട്ടിയിട്ട് ഇവിടുന്ന് ഒഴിവാക്കണം. ഇതിവിടെ ഇടയ്ക്കുള്ളൊരു സംഭവമാട്ടോ. ഈ ഒരു വാഴ ഇങ്ങനെ പുഴങ്ങി വീണുകാണ്ട് പിന്നെ അത് വെട്ടി ഒഴിവാക്കൽ. അത് നമ്മളെ തൊടിയിലുണ്ടാവും, ചിലപ്പോൾ അപ്പുറത്തെ തൊടിയിൽ നിന്ന് ഇങ്ങോട്ട് വീഴും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ സകല നെറ്റിയിലും ഈ വാഴക്കറയാവും. നമ്മൾ ശ്രദ്ധിക്കൂലല്ലോ, കത്തി കൊണ്ട് ഇങ്ങനെ വെട്ടി അതിൻ്റെ ആ നീര് നമ്മളെ നെറ്റിക്കൊന്നും ആവണം നമ്മൾ ശ്രദ്ധിക്കൂല. അപ്പോൾ പെട്ടെന്ന് കറയാവും കേട്ടോ അത്. അപ്പോൾ ഇപ്പം പിന്നെ അങ്ങനെ ശീലമായതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വെട്ടാൻ തുടങ്ങി. ആദ്യം കഴിഞ്ഞായിട്ടൊരു നെറ്റി ആക്കിയേക്കേനി കേട്ടോ. നമ്മൾ താഴെ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ വാഴ ഉണ്ടേനി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും ഇതേപോലെ ഇങ്ങനെ പുഴങ്ങി വീണ്. ഇപ്പോൾ പിന്നെ താഴെ ഭാഗത്തും നമുക്ക് ഒരു ഭാഗത്തുള്ളൂ വാഴ, മറ്റേ ഭാഗത്തൊക്കെ നമ്മളെ ബാബു വെട്ടി ഒഴിവാക്കിയിട്ടുണ്ടായിന് കേട്ടോ. ഈ വാഴൻ്റെ ഇല ഉണ്ടല്ലോ, നമ്മളെ ഈ ഒരു എയർ ഹോൾ ഉണ്ടാവുമല്ലോ റൂമിൻ്റെ, അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ വന്നിട്ട് ഒരു അകത്ത് പാമ്പുണ്ടേനി. അപ്പോൾ അത് കണ്ടുകൊടുത്തുനിന്ന് ഇങ്ങോട്ട് ആ ഭാഗത്തുള്ള വാഴയൊക്കെ വെട്ടി ഒഴിവാക്കിയതാണ്. ഇപ്പോൾ പിന്നെ ഒരു ഭാഗത്തുള്ളൂ നമുക്ക്, എന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ വാഴക്കോല ഉണ്ടാവലുണ്ട്. അങ്ങനെ അതൊക്കെ വെട്ടി ഒഴിവാക്കി. പിന്നെ നമ്മൾ വറകട്ടി വെച്ചതൊക്കെ റെഡിയാക്കി ഷീറ്റൊക്കെ അതിൻ്റെ മേലെ നിന്ന് എടുത്ത് ഒന്ന് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. വിറകൊക്കെ ഒന്ന് നനഞ്ഞിട്ടുണ്ടേനും തലേദിവസം മഴയൊക്കെ പെയ്തിട്ട്. അപ്പോൾ അതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഷീറ്റൊക്കെ അതിന്മേൽ എടുത്തിട്ടു. അങ്ങനെ മുറ്റമൊക്കെ അടിച്ചു വാരി അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതാ കൈയും കാലൊക്കെ കഴുകി അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഞാൻ വന്നിട്ട് വേഗം അടുപ്പ് കത്തിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചോറ് വെക്കണമല്ലോ. ഇനിയിപ്പോൾ ചോറുണ്ടാക്കണം, അതിക്ക് കറി ഉണ്ടാക്കണം, പാത്രം കഴുകണം, അങ്ങനെ ഒരുപാട് പണികളുണ്ട്. അപ്പോൾ മക്കളൊക്കെ ചായയൊക്കെ കുടിച്ച് പാത്രങ്ങളുണ്ട് കഴുകാൻ. അതേപോലെ നമ്മൾ കുക്ക് ചെയ്ത പാത്രങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ കഴുകാൻ. അപ്പോൾ പാത്രങ്ങൾ എത്ര കഴുകാണ്ടായാലും ഒരു മടിയില്ല കേട്ടോ പാത്രം കഴുകാൻ. ആദ്യം പാത്രം കഴുകാൻ ഭയങ്കര മടിയേനി. ഇപ്പം ഞാൻ പാത്രങ്ങൾ കഴുകാനുള്ളതൊക്കെ പിന്നെ ഇത്തെ വേസ്റ്റും കാര്യങ്ങളൊക്കെ കളഞ്ഞ് നമ്മൾ സിങ്കിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെക്കും. പിന്നെ ബാക്കിയുള്ള ഭാഗമൊക്കെ വൃത്തിയാക്കിയിടും. അപ്പോൾ പിന്നെ ആ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, അപ്പോൾ നമുക്ക് ഒക്കെ നീറ്റായിട്ട് കിടക്കണ പോലെ തോന്നും. ഈ പാത്രങ്ങളും കൂടെ കഴുകി വെച്ചാൽ കിച്ചൺ ക്ലീൻ ആയല്ലോ എന്നുള്ള ആ ഒരു തോന്നൽ വരും. അപ്പോൾ നമുക്ക് വേഗം പാത്രം കഴുകാനുള്ള ടെൻഡൻസി വരും കേട്ടോ. എനിക്കങ്ങനെയാണ്. പിന്നെന്താ, തുടക്കം നന്നായാൽ ഒടുക്കം നന്നാവും എന്നല്ലേ. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് നമ്മളെ സുബഹ് കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ. പ്രാർത്ഥിക്കുമ്പോൾ പഠിച്ചവനോട് അതൊക്കെ പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും പഠിച്ചവനോട് പറയലുണ്ട് കേട്ടോ. നമുക്ക് പിന്നെ നമ്മളെ ജോലിയൊക്കെ എളുപ്പമാക്കി തരാനും, അതേപോലെ ചെയ്യുന്ന ജോലിയിലൊക്കെ ബർക്കത്ത് ഉണ്ടാവാനും, അതേപോലെ നമ്മളെ ഹസ്ബൻഡുമാരുടെ ജോലിയിൽ ബർക്കത്ത് ഉണ്ടാവാനും, മക്കളെ നന്നാക്കാനും, നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞ ആൾക്കാരെ കാര്യങ്ങളൊക്കെ സാധിക്കാനും, എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യണം. അതേപോലെ നമ്മളെ കുടുംബത്തിലൊക്കെ മരിച്ചു പോയ ആൾക്കാരുണ്ടാവും, മാതാപിതാക്കൾ മരിച്ചു പോയ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യുകയാണെങ്കിൽ ഓരോ കുരുത്തവും പൊരുത്തൊക്കെ നമുക്ക് എപ്പോഴും ഉണ്ടാവും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മളെ കാര്യങ്ങളും നമ്മളെ വീടിൻ്റെ കാര്യങ്ങളും വീട്ടിൽ ബർക്കത്ത് ഉണ്ടാവാനും വീടിന് ഐശ്വര്യം ഉണ്ടാവാനൊക്കെ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ദുആ ചെയ്യണം. അപ്പോൾ ഒക്കെ എപ്പോഴും നമ്മൾ പഠിച്ചവനോട് പറയുമ്പോൾ പഠിച്ചവന് എന്തെങ്കിലും ഒരു ദിവസം കേൾക്കാതെ വെക്കില്ല. അല്ലാതെ നമുക്ക് എന്തെങ്കിലും വിഷമവും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേന് നമ്മൾ സങ്കടപ്പെട്ടിരുന്ന് നമ്മളെ ജീവിതത്തിനെ പഴിച്ചിരുന്നിട്ടൊരു കാര്യമല്ല. പഠിച്ചവനോട് നല്ല രീതിയിൽ ദുആ ചെയ്താൽ പഠിച്ചവൻ സ്വീകരിക്കാത്തതായിട്ടൊന്നുമില്ല. നമ്മൾ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യായിട്ടാണ് പഠിച്ചവൻ സ്വീകരിക്കാത്തത്. ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്ത് നോക്കി പഠിച്ചവൻ സ്വീകരിക്കും. അപ്പോൾ ഇനി അധികം പറഞ്ഞ് ബോറടിപ്പിക്കണില്ല. ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. അതേപോലെ നമ്മളെ കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടു. അപ്പോൾ തന്നെ നമ്മൾ ഐഫക്കുട്ടി മദ്രസ ഇട്ട് വന്നും ചെയ്തിരിക്കണം കേട്ടോ. പിന്നെ ഇവിടെ ആകെ അടിച്ചു വരുന്ന ആൾ നമ്മൾ മഞ്ജുമോളാണ്. പിന്നെ ബെഡൊക്കെ വിരിച്ചിടലും ടേബിളൊക്കെ വൃത്തിയാക്കലൊക്കെ മഞ്ജുമോളാട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചിഞ്ചുമോൾ ആകം തുടച്ചും ചെയ്തു. അപ്പോൾ നമ്മൾ കിച്ചണിക്ക് എത്തിയപ്പോൾ ഞാൻ പറഞ്ഞതാണ് അവിടെ വെച്ചോളാം ഞാൻ തുടച്ചുകൊണ്ട് കിച്ചണെന്ന് പറഞ്ഞതാട്ടോ. അങ്ങനെ നമ്മളെ കിച്ചണ് തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ചോറിന് വെച്ച വെള്ളവും തിളച്ചിട്ടുണ്ടേനി. അപ്പോൾ ഇനി നമുക്ക് അരി കഴുകിയിട്ട് കൊടുക്കുക. പിന്നെ ചോറിന് കൂട്ടാണ്ടാക്കണമല്ലോ. അപ്പോൾ ഇന്ന് എന്താ കൂട്ടാണ്ടാക്കാമെന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് നമുക്ക് തക്കാളി കൊണ്ട് പിന്നെ രസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കണം കേട്ടോ. പിന്നെ ഇന്നലെ വാങ്ങിയ മീനുണ്ട് കുറച്ച് ഫ്രിഡ്ജിൽ, ഉപ്പുമുളകൊക്കെ തേച്ച് വെച്ചത്, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കും വേണം. പിന്നെ കോവക്ക ഉണ്ട്, അതുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കും വേണം. അപ്പോൾ ചോറിന് അരിയൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മളെ മഞ്ജുമോൾ ഇതാ നല്ല പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പഴുത്ത മാങ്ങ അതാ ഉപ്പും മുളകൊക്കെ തിരുമ്പാണ്. പഴുത്തതായാലും വേണം അവർക്ക് ഉപ്പും മുളകും തിരുമ്പി കഴിക്കുക. അപ്പോൾ ഞാൻ അതിൽ നിന്നൊരു പീസ് വാങ്ങി കഴിച്ചിട്ടോ. നല്ല മധുരമുണ്ട്. അപ്പോൾ നമ്മൾ തക്കാളി രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 തക്കാളിയായിട്ട് എടുത്തിക്കണത്. അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, അത് ചെറുതാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു 6-7 അല്ലി വെളുത്തുള്ളി എടുത്തിക്കണം, 3 പച്ചമുളകും പിന്നെ വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇലയും ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ സ്റ്റീലിൻ്റെ കടായിക്ക് ഇതാ നമ്മൾ അരിഞ്ഞു വെച്ച ആ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തക്കാളി കൈകൊണ്ട് നല്ലോണം ഒന്ന് പിന്നെ അതേപോലെ അങ്ങനെ തിരുമ്മിയിട്ടൊന്ന് ഉടച്ചെടുക്കണുണ്ട് കേട്ടോ.
മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. തക്കാളി ഇതേപോലെ നമ്മൾ കൈ വെച്ചിട്ട് നല്ലോണം ഇങ്ങനെ ഞെരടി എടുത്താൽ മതി. പിന്നെ അതിലേക്ക് ഞാൻ ഒരു 3/4 ടീസ്പൂണ് മുളക് പൊടിയും ചേർത്തെടുത്തിട്ടുണ്ട്, 1 സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഞാൻ രസപ്പൊടിയാണ് കേട്ടോ അതിലേക്ക് ചേർക്കുന്നത്. ഇത് നമ്മൾ ഷെഫ്നീസിൻ്റെ രസപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു അവരെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റാണ് കേട്ടോ. രസപ്പൊടി മാത്രമല്ല, നമ്മൾ മന്തി ഉണ്ടാക്കുമ്പോൾ അറബിക് മസാല ചേർക്കലുണ്ടല്ലോ, അതും ഇവരതാണ് ഞാൻ ചേർത്ത് കൊടുക്കൽ. പിന്നെ അതേപോലെ സാമ്പാർ പൊടി, ദോശപ്പൊടി, ഫിഷ് മസാല, ഇറച്ചി മസാല, അതൊക്കെ ഒരു വീട്ടിലുണ്ടാക്കുന്ന പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ നല്ല നല്ല പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഇവരെ കോൺടാക്റ്റ് നമ്പർ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഒരു രസപ്പൊടി ഞാനൊരു സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഈ രസപ്പൊടി ചേർക്കുമ്പോൾ പിന്നെ നമുക്ക് കുരുമുളക് ചേർക്കേണ്ട ആവശ്യമില്ല, നല്ല ജീരകം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ ഇതാ ഒരു 7 അല്ലി വെളുത്തുള്ളി കളഞ്ഞു വെച്ചിരുന്നല്ലോ, അതൊന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി അതേപോലെ തന്നെ ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് കൊടുത്തിട്ടുണ്ട്. പിന്നെ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ പുളി കുറച്ച് ചേർത്താൽ മതി കേട്ടോ. നമ്മൾ തക്കാളി ചേർക്കുമ്പോൾ തക്കാളി തന്നെ പുളി ഉണ്ടാവും, അപ്പോൾ നമ്മൾ പുളിക്കനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതാ ഞാനൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. നല്ലോണം കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോഴുള്ളൂ ആ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും ഒക്കെ ആ ഒരു ഫ്ലേവറൊക്കെ നല്ലോണം നമ്മളെ രസത്തേക്ക് ഇറങ്ങുള്ളൂ. പിന്നെ അതേപോലെ നമ്മൾ ചേർത്ത തക്കാളിയൊക്കെ നല്ലോണം വെന്ത് ഉടഞ്ഞു വരണ്ടേ. അപ്പോൾ അത് ഞാൻ അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ നമുക്ക് മീൻ പൊരിക്കാനും ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കണം കേട്ടോ. മീനെ പറഞ്ഞല്ലോ ഇവിടെ പിന്നെ തലേ ദിവസത്തെ ഉണ്ടായിനി, ഉപ്പുമുളകൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെച്ചതുണ്ടായിനി. അപ്പോൾ അത് കുറച്ച് നേരം വെക്കണം കേട്ടോ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ തണുപ്പൊക്കെ വിട്ടിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ മീനും പൊരിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കോവക്ക ഉപ്പേരി ഉണ്ടാക്കണം. അങ്ങനെ നമ്മൾ മീനൊക്കെ പൊരിക്കാൻ ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാനുള്ള കോവക്കൊക്കെ എടുത്തിട്ട് നല്ലോണം കഴുകിയിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. നല്ല ഇളയ കോവയ്ക്കാണ് കേട്ടോ ഇത്. പിന്നെ ഇങ്ങനെ മൂത്ത് പോയാൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചുമന്ന കളറിലേക്കാരം, അപ്പോൾ ഒരു ചെറിയൊരു പുളിയൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ ഉപ്പേരി വെച്ചാൽ അത്ര ടേസ്റ്റ് തോന്നില്ല. ഇത് നല്ല ഇളയ കോവയ്ക്ക കേട്ടോ, അതുകൊണ്ട് ഉപ്പേരി വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിനി. അപ്പോൾ കോവക്ക ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ ചെറുതാക്കിയിട്ടാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോൾ അതൊക്കെ അരിഞ്ഞെടുത്തപ്പോൾ തന്നെ നമ്മൾ തക്കാളി രസമൊക്കെ വെന്തിട്ടുണ്ടായിനി. ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിനി കേട്ടോ. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കണം. മല്ലിയില നമ്മൾ ഇന്നലെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിനി, ഫ്രഷായിട്ട് കുറേ ദിവസം എങ്ങനെയാണ് നിൽക്കുക എന്നൊക്കെ അതിൻ്റെ ആ ഒരു ടിപ്പും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിനി. അപ്പോൾ നമ്മൾ അങ്ങനെ എടുത്ത് വെച്ച ആ ഒരു മല്ലിയിലയാണ് കേട്ടോ. അപ്പോൾ അത് നല്ല ഫ്രഷായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക, അന്നലത്തെ വീഡിയോയിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനൊരു പിടി മല്ലിയില എടുത്തിട്ട് നല്ലോണം ഒന്ന് കഴുകിയിട്ട് ഇതേപോലെ ചെറുതാക്കിയിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ഒരു പാത്രത്തേക്ക്. അപ്പോൾ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ്, എന്നാലും ഞാനൊന്ന് കഴുകിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇനി നമുക്ക് ആ അരിഞ്ഞു വെച്ച മല്ലിയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ആ മല്ലിയിലൻ്റെ ഫ്ലേവറൊക്കെ കറിക്കൊന്ന് നല്ലോണം ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് കടുക് വറുത്തെടുത്താൽ മതി. അപ്പോൾ കറി റെഡിയാവും. പിന്നെ മീനൊക്കെ ഇപ്പുറത്ത് നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ചിരുന്നില്ല, അതൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഈ ഒരു മീൻ പൊരിക്കണ പാനും അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ തക്കാളി രസം ഉണ്ടാക്കിയ ആ ഒരു പിന്നെ സ്റ്റീലിൻ്റെ കടായി ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ ഇൻഡസ് വാലിയിൽ നിന്ന് വാങ്ങിയതേന് കേട്ടോ. ഇൻഡസ് വാലിയിൽ നമ്മൾ വാങ്ങിയതല്ല, നമുക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അയച്ചു തരുന്നതാണ് ഓരോ മാസം. പിന്നെ ഞാനിപ്പോൾ കോവക്ക ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് ഒരു പാനിൽ, അതും അതേപോലെ തന്നെ കേട്ടോ ഒരാഴ്ച തന്നതാണ്. അപ്പോൾ അവർ പ്രൊഡക്റ്റൊക്കെ നല്ല അടിപൊളി പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ നമുക്ക് പുതിയ വീടൊക്കെ വെക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ പാത്രങ്ങളൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള പാത്രങ്ങൾ തന്നെ നോക്കിയിട്ട് വാങ്ങിക്കട്ടോ. അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള പാത്രങ്ങളാണ് അവരത്. നമ്മളിപ്പോൾ വാങ്ങുമ്പോൾ കുറച്ച് പൈസ കൊടുത്താലും ഒരുപാട് കാലം നമുക്ക് പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഇവരെ പാത്രത്തിലാവുമ്പോൾ. ഇരുമ്പിൻ്റെ പാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അടുപ്പത്ത് വിറകടുപ്പിൽ വെക്കാം, ഗ്യാസ്മേൽ വെക്കാം, അതേപോലെ കറണ്ട് അടുപ്പുമ്മലും വെക്കാം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നിടത്തോളം ഇരുമ്പിൻ്റെ പാന് നല്ല ഉഷാറായിട്ട് വരികയേ ചെയ്യുള്ളൂ, അങ്ങനെ കേടാവുകയോ ഒന്നും ചെയ്യൂല. നോൺ സ്റ്റിക്കൊക്കെ ആകുമ്പം അതിൻ്റെ ആ ഒരു കോട്ടിങ്ങൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നിനും പറ്റില്ല. ഇതാവുമ്പോൾ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുകയും ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളിപ്പോൾ രസം ഉണ്ടാക്കിയ ഒരു പിന്നെ സ്റ്റീലിൻ്റെ കടായി ഉണ്ടല്ലോ, അതൊക്കെ ഒരാഴ്ച എന്നിട്ട് കുറേ മാസങ്ങളായിക്കണം കേട്ടോ, എപ്പോഴും പുതിയതായിട്ട് നിൽക്കും. നല്ല പാത്രമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പിന്നെ നമ്മളെ റസീന എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് വാങ്ങിച്ചോളണ്ടി. ഞാൻ അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക.
ഞാനിങ്ങനെ എല്ലാ വീഡിയോസിലും ഇത് പറയുന്നത് എന്താ വെച്ചാൽ നമ്മളെ വീഡിയോ പിന്നെ പുതിയതായിട്ടുള്ള ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ അവർക്കൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഒരു കമൻറ്റിൽ ഇങ്ങനെ ചോദിക്കണുണ്ട് കേട്ടോ, പിന്നെ നമ്മൾ മീൻ പൊരിക്കണ പാനിൻ്റെയൊക്കെ പിന്നെ ഫ്രൈ പാനിൻ്റെയൊക്കെ ലിങ്ക് ഉണ്ടോ എന്നൊക്കെ ചോദിക്കലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത്. അപ്പോൾ ഇത് എന്നും ഡെയിലി കേൾക്കുന്ന ആൾക്കാർക്ക് മടുപ്പേക്കാരം. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. പിന്നെ നിങ്ങൾ പാത്രങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് 12% ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ റസീന എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിക്കാൻ മറക്കരുത് കേട്ടോ വാങ്ങുമ്പോൾ. അപ്പോൾ ഇതാ നമ്മൾ രസമൊക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ കടുക് വറുത്തൊക്കെ ചെയ്തിട്ടുണ്ടായിന് കേട്ടോ. ഉലുവയും വെളിച്ചെണ്ണയിൽ ഉലുവയും കടുകും പിന്നെ പൊട്ടിച്ചെടുത്തു, കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു, വറ്റൽമുളകും ഇട്ട് കൊടുത്തു. അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇപ്പം അങ്ങനെ സ്മെല്ല് വന്നിട്ട് കാര്യമായിട്ട് നമുക്ക് ചോറ് കഴിക്കാനൊന്നും ആയിട്ടില്ല സമയം. അപ്പോൾ കറിയൊക്കെ അവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ചോറും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചോറ് ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതാ കോവക്ക അവിടെ ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഞാൻ കുറച്ച് തേങ്ങയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചെടുത്താണ്ട് ചെറിയൊരു കഷ്ണം സവാള ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതേക്ക് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുത്തു. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച കോവക്ക ചേർത്ത് കൊടുത്തു. അതിക്ക് കോവയ്ക്ക് പച്ചമുളകൊക്കെ അതിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തു, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ അങ്ങനെ അടച്ചു വെച്ച് വേവിച്ചെടുത്തതാണ്. പിന്നെ തേങ്ങ ചെരുവിയത് ഇട്ട് കൊടുത്തു. അങ്ങനെ അതിപ്പോൾ വന്നിട്ടുണ്ട്. അത് വന്നപ്പോൾ അത് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചു. പിന്നെ നമ്മൾ ഐഫക്കുട്ടി ഉമ്മാൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മാൻ്റെ അടുത്ത് പോയപ്പോൾ ഉമ്മ ഉണക്കമീൻ പൊരിക്കേനി തോന്നുന്നുണ്ട്. അപ്പോൾ ഉമ്മ അത് ഓളടുത്ത് കുറച്ച് ഉണക്കമീനും കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാനൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ നമ്മൾ ഐഫക്കുട്ടി ഞാനുമാണ് കേട്ടോ കഴിക്കുക. ഞങ്ങൾക്ക് രണ്ടാൾക്കും നല്ല ഇഷ്ടമാണ്. അങ്ങനെ ചോറും കൂട്ടാനൊക്കെ ആയി. പിന്നെ നമ്മളെ കുളിയും പിന്നെ ലുഹുറിസ്കാരൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ തക്കാളി രസം, അതേപോലെ കോവക്ക ഉപ്പേരിയും ഉണക്കമീൻ പൊരിച്ചതൊക്കെ അടിപൊളിയായിട്ടുള്ള ഫുഡ് അതിനിട്ടെന്ന്. ഉണക്കമീൻ പൊരിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാനിത് വാങ്ങലില്ല കേട്ടോ. അപ്പം ഇനി ഇൻഷാല്ലാ ഇനി വാങ്ങണം. നമ്മൾ ചിഞ്ചുമോൾക്കും അതേപോലെ നമ്മളെ ബാബുക്കാക്കുനൊന്നും ഈ ഒരു ഉണക്കമീൻ്റെ സ്മെല്ല് ഇഷ്ടമല്ല കേട്ടോ. ഒരു ഇതിൻ്റെ സ്മെല്ലുണ്ടെങ്കിൽ കിച്ചണിക്ക് വരുമ്പോൾ തന്നെ പറയാം ഈ വല്ലാത്ത സ്മെല്ലാണ് അറിയാം. അങ്ങനെ അങ്ങോട്ട് പിന്നെ മടുപ്പായതാട്ടോ നമുക്ക് ഉണക്കമീൻ വാങ്ങാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം.